എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വിശകലനത്തിലേക്ക് സ്വാഗതം. വലിയ ആമുഖങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രശസ്തമായ ഒരു കഥയാണ്. മിസ്റ്റർ ജോൺസിന്റെ കീഴിലുള്ള മാനി ഫാം അല്ലെങ്കിൽ മൈനർ ഫാം എന്ന് വിളിക്കുന്ന ഒരു സ്ഥലത്തെ വളരെ ഇരുണ്ട ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ ജോൺസ് എന്ന് പറയുന്ന ക്രൂരനായ ഉടമസ്ഥന്റെ കീഴിൽ അവിടുത്തെ മൃഗങ്ങൾ കൊടിയ പീഡനങ്ങളാണ് അനുഭവിച്ചിരുന്നത്. കൃത്യമായി ഭക്ഷണം പോലും നൽകാതെ അവരെക്കൊണ്ട് രാപ്പകൽ കഠിനമായി ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു ചുറ്റുപാടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ സഹികെട്ട ഒരു സാഹചര്യത്തിലാണ് അവിടെ വലിയൊരു വിപ്ലവത്തിന് കളമൊരുങ്ങുന്നത്. ശരി, നമുക്കിതിലേക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങാം. ഒന്നും ഉൽപ്പാദിപ്പിക്കാതെ എല്ലാം അനുഭവിച്ചു തീർക്കുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ. എന്തൊരു വാചകമാണല്ലേ ഇത്! ഓൾഡ് മേജർ എന്നു പേരുള്ള ആ പ്രായം ചെന്ന പന്നിയുടെ വാക്കുകളാണിത്. മനുഷ്യനെന്ന വർഗം മൃഗങ്ങളെ എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായി അവൻ മറ്റു മൃഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പശുക്കളുടെ പാല്, കോഴികളുടെ മുട്ട, കുതിരകളുടെ അധ്വാനം, ഇതെല്ലാം മനുഷ്യൻ സ്വന്തം ആവശ്യങ്ങൾക്കായി മാത്രം ചൂഷണം ചെയ്യുകയാണെന്ന സത്യം അവൻ അവരെ ബോധ്യപ്പെടുത്തി. ഈ ഒരൊറ്റ ശക്തമായ ആശയമാണ് മൃഗങ്ങൾക്കിടയിൽ വലിയൊരു പ്രക്ഷോഭത്തിന് തീ പൊരിയിട്ടത്. അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്തത്ര വലിയൊരു വിജയമായി ആ വിപ്ലവം മാറി. അവിടുത്തെ മൃഗങ്ങൾ ശരിക്കും ആ ഫാമിന്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുത്തു. പിന്നെ അവർ ചെയ്തതെന്താണെന്നോ, തങ്ങളുടെ ഭാവിക്കു വേണ്ടി കുറച്ച് അടിസ്ഥാന നിയമങ്ങളുണ്ടാക്കി. ആനിമലിസം എന്നാണ് അവരതിനെ വിളിച്ചത്. ഒരു കാരണവശാലും ആര് വിചാരിച്ചാലും മാറ്റാൻ പാടില്ലാത്ത 7 കൽപ്പനകൾ അവർ കളപ്പുരയുടെ ചുവരിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതിവെച്ചു. എല്ലാ മൃഗങ്ങൾക്കും തുല്യ അവകാശം നൽകുന്ന വളരെ മനോഹരമായ നിയമങ്ങളായിരുന്നു അവ. ഇനി ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, വിപ്ലവമൊക്കെ കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ഈ പന്നികൾ പതിയെ അവരുടെ തനിനിറം കാണിക്കാൻ തുടങ്ങി. തങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഒരു പടി മുകളിലാണെന്നൊരു ചിന്ത അവരിൽ വന്നു. ഫാറമിലെ പാലും ആപ്പിളുകളും മുഴുവൻ പന്നികൾ മാത്രം സ്വന്തമാക്കാൻ തുടങ്ങി. സ്വാഭാവികമായും ഇത് ചോദ്യം ചെയ്ത മറ്റു മൃഗങ്ങളോട് സ്ക്വീലർ എന്ന പന്നി പറഞ്ഞ മറുപടി എന്താണെന്നോ, തങ്ങൾ ബുദ്ധിപരമായ ജോലികൾ ചെയ്യുന്നവരാണെന്നും അതുകൊണ്ട് ആരോഗ്യത്തിന് പാലും ആപ്പിളും അത്യാവശ്യമാണെന്നുമാണ്. തങ്ങൾ പന്നികളില്ലെങ്കിൽ ആ പഴയ ജോൺസ് തിരികെ വരും എന്നൊരു ഭയം കാണിച്ച് അവൻ ബാക്കി എല്ലാ മൃഗങ്ങളെയും സമർത്ഥമായി നിശബ്ദരാക്കി. ഇങ്ങനെ പോകെ പോകെ പന്നികൾക്കികളിൽ നിന്ന് തന്നെ 2 മെയിൻ നേതാക്കൾ ഉയർന്നുവന്നു, സ്നോബോളും നെപ്പോളിയനും. പക്ഷേ ഇവർ തമ്മിൽ ആശയപരമായി ശരിക്കും വലിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. സ്നോബോൾ മൃഗങ്ങളുടെ ഭാവി ശോഭനമാക്കാൻ വേണ്ടി കാറ്റാടിയന്ത്രം പോലെയുള്ള പുത്തൻ ആശയങ്ങൾ കൊണ്ടുവന്നപ്പോൾ, നെപ്പോളിയൻ വളരെ നിശബ്ദമായി എന്നാൽ തന്ത്രപരമായി തന്റെ സ്വന്തം അധികാരം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു. അവൻ രഹസ്യമായ കുറച്ച് നായ്ക്കുട്ടികളെ എടുത്തു വളർത്തുകയും അവരെ തന്റെ സ്വന്തം ആക്രമണ സേനയാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ആ കാറ്റാടിയന്ത്രം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് ദിവസം വന്നെത്തി. അന്ന് സംഭവിച്ചത് ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. നെപ്പോളിയൻ താൻ രഹസ്യമായി വളർത്തിയെടുത്ത ആ ഭീകരരായ നായ്ക്കളെ വെച്ച് സ്നോബോളിനെ ആക്രമിച്ച് ഫാമിൽ നിന്ന് എന്നേക്കുമായി ഓടിച്ചുവിട്ടു. അതിനുശേഷം ഉടൻ തന്നെ നെപ്പോളിയൻ കാറ്റാടിയന്ത്രം നിർമ്മിക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ അത് സ്നോബോളിന്റെ ആശയമല്ലായിരുന്നോ എന്ന് സംശയിച്ചവരോട് അത് നെപ്പോളിയന്റെ തന്നെ ബുദ്ധിയായിരുന്നു എന്നും സ്നോബോളിനെ പുറത്താക്കാൻ വേണ്ടി നെപ്പോളിയൻ പ്രയോഗിച്ച വെറുമൊരു തന്ത്രം മാത്രമായിരുന്നു അതെന്നും സ്ക്വീലർ വളരെ സമർത്ഥമായി അവരെ വിശ്വസിപ്പിച്ചു. ഇത് വളരെ കൃത്യമായി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അധികാരം പതിയെ കയ്യിലായതോടെ പന്നികൾ മനുഷ്യരുടെ ആ വലിയ വീട്ടിലേക്ക് താമസം മാറ്റാൻ തുടങ്ങിയെന്നതാണ്. കിടക്കയിൽ ഉറങ്ങുന്നത് നമ്മുടെ നിയമങ്ങൾക്കെതിരല്ലേ എന്ന് മറ്റു മൃഗങ്ങൾ ചോദിച്ചപ്പോൾ, പന്നികൾ വളരെ തന്ത്രപരമായി രാത്രിയുടെ മറവിൽ ആ ചുവരിലെ നിയമം തിരുത്തിയെഴുതി. വിരിപ്പുള്ള കിടക്കയിൽ ഉറങ്ങാൻ പാടില്ല എന്നാണ് നിയമം എന്നവർ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചു. സ്വന്തം സുഖസൗകര്യങ്ങൾക്കുവേണ്ടി ആ അടിസ്ഥാന നിയമങ്ങൾ പോലും അവരിങ്ങനെ വളച്ചൊടിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് കൊടും തണുപ്പുള്ളൊരു ശൈത്യകാലം വന്നപ്പോൾ ഫാർമിൽ വലിയ ഭക്ഷണക്ഷാമമുണ്ടായി. അപ്പോഴാണ് മനുഷ്യരുമായി കച്ചവടം ചെയ്യാൻ നെപ്പോളിയൻ തീരുമാനിക്കുന്നത്. അതിനായി ആഴ്ചയിൽ 400 മുട്ടകൾ വീതം നൽകാൻ അവൻ കോഴികളോട് ആവശ്യപ്പെട്ടു. ചിന്തിച്ചു നോക്കൂ, ഇത് കോഴികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. അവർ തങ്ങളുടെ മുട്ടകൾ താഴേക്കിട്ട് പൊട്ടിച്ചു കളഞ്ഞു. എന്നാൽ നെപ്പോളിയൻ വളരെ ക്രൂരമായാണിതിനെ നേരിട്ടത്. കോഴികൾക്കുള്ള ഭക്ഷണം അവൻ പൂർണ്ണമായും അങ്ങ് നിർത്തലാക്കി. ദിവസങ്ങളോളം പട്ടിണി കിടന്ന് ഒടുവിൽ ആ പാവം കോഴികൾക്ക് കീഴടങ്ങേണ്ടി വന്നു. ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. അതായത്, വർഷങ്ങളോളം അടിമകളായിരുന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം നേടിയെടുത്തൊരു സമൂഹത്തെ ഒരു ഏകാധിപതി എങ്ങനെയായിരിക്കും നിയന്ത്രിക്കുന്നത്? ഈ കഥയിലെ ഏറ്റവും ഇരുണ്ട, ഏറ്റവും പേടിപ്പെടുത്തുന്നൊരു ഭാഗത്തേക്കാണ് നമ്മളിനി പോകുന്നത്. മൃഗങ്ങൾക്കിടയിലുണ്ടായിരുന്ന ആ പഴയ ഐക്യവും സ്നേഹവും ഇല്ലാതാവുകയും പകരം അവിടെ വ്യാജപ്രചരണങ്ങളും കൊടിയ ഭയവും എങ്ങനെ സ്ഥാനം പിടിച്ചെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി അവിടെ എന്ത് മോശം കാര്യം നടന്നാലും അതിനൊക്കെ കാരണം സ്നോബോളാണെന്ന് നെപ്പോളിയൻ വരുത്തി തീർത്തു. ആ കൊടുങ്കാറ്റില് കാറ്റാടിയന്ത്രം തകർന്നപ്പോൾ നെപ്പോളിയൻ പറഞ്ഞതെന്താണെന്നോ, അത് സ്നോബോൾ വന്ന് നശിപ്പിച്ചതാണെന്ന്. മൃഗങ്ങളുടെ മനസ്സിൽ അദൃശ്യനായ ഒരു ശത്രുവിനെ സൃഷ്ടിച്ചെടുക്കാൻ നെപ്പോളിയന് വളരെ എളുപ്പം കഴിഞ്ഞു.
ഫാറമിലെ താക്കോൽ കാണാതായാലും എന്തിന് പശുക്കളുടെ പാല് കുറഞ്ഞാൽ പോലും അതിനെല്ലാം കാരണം സ്നോബോൾ ആണെന്ന് മൃഗങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി. ഈയൊരു പരോക്ഷമായ ഭയത്തെ നെപ്പോളിയൻ തന്റെ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റി. പിന്നീട് നടന്നത് ആനിമൽ ഫാമിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയാനകവും രക്തം മരവിപ്പിക്കുന്നതുമായ ഒരു സംഭവമാണ്. സ്നോബോളിനെ സഹായിച്ചു എന്നൊക്കെ ആരോപിച്ച് കുറച്ചു പന്നികളെയും കോഴികളെയും ആടുകളെയും നെപ്പോളിയൻ മുൻപോട്ട് വിളിച്ചു. ഭയം കൊണ്ട് വിറച്ച അവർ ഒരിക്കലും ചെയ്യാത്ത കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞു. ഉടൻ തന്നെ നെപ്പോളിയന്റെ നായ്ക്കൾ അവരുടെ തൊണ്ട കടിച്ചു കീറി കൊലപ്പെടുത്തി. ആലോചിച്ചു നോക്കൂ, ഒരു മൃഗവും മറ്റൊരു മൃഗത്തെ കൊല്ലരുത് എന്ന അനിമലിസത്തിന്റെ ഏറ്റവും പുണ്യമായ, ഏറ്റവും അടിസ്ഥാനപരമായ നിയമമാണ് അവിടെ ലംഘിക്കപ്പെട്ടത്. സ്വന്തം കൂട്ടുകാരെ കൺമുന്നിലിട്ട് കൊന്നുകൂട്ടുന്നത് കണ്ടപ്പോൾ ബാക്കിയുള്ള മൃഗങ്ങൾ ശരിക്കും വിറച്ചുപോയി. അവർ തങ്ങളുടെ 6ാമത്തെ കൽപ്പന ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ സ്ക്വീലർ വീണ്ടും തന്റെ സ്ഥിരം തന്ത്രം പ്രയോഗിച്ചു. ഭൂരിഭാഗം മൃഗങ്ങൾക്കും ശരിക്ക് വായിക്കാൻ അറിയില്ല എന്ന സത്യം മുതലെടുത്ത് അവൻ ആ കൽപ്പന രാത്രിക്ക് രാത്രി വീണ്ടും തിരുത്തി. കാരണമില്ലാതെ കൊല്ലരുത് എന്നാണ് അവിടെ യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് അവൻ അവരെ വിശ്വസിപ്പിച്ചു. അങ്ങനെ ആ കൊടും ക്രൂരതയും നിയമത്തിന്റെ പേരിൽ തികച്ചും ന്യായീകരിക്കപ്പെട്ടു. നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം, ഈ അധികാരം എങ്ങനെയാണ് പടിപടിയായി അവരിലേക്കെത്തിയതെന്ന്. ഒരു സമത്വസുന്ദരമായ ലോകം സ്വപ്നം കണ്ടു തുടങ്ങിയ ആ വിപ്ലവം എങ്ങനെയാണ് വഴിതെറ്റിപ്പോയതെന്ന് ഈ ഘട്ടങ്ങൾ വളരെ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. സ്നോബോളിനെ പുറത്താക്കിയതിൽ തുടങ്ങി മൃഗങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി തങ്ങൾ ശത്രുക്കളായി കണ്ട അതേ മനുഷ്യരുമായി കച്ചവടം ചെയ്ത് ഒടുവിൽ സ്വന്തം വർഗത്തെ തന്നെ കൊന്നൊടുക്കുന്ന ഒരു ക്രൂരനായ ഏകാധിപതിയായ നെപ്പോളിയൻ മാറുന്നത് നമ്മളിവിടെ കാണുന്നു. ഈ കൂട്ടക്കൊലകൾക്ക് ശേഷം വല്ലാത്തൊരു ട്രോമയിലായിരുന്നു ആ മൃഗങ്ങൾ. ഞങ്ങളെ സ്വപ്നം കണ്ട സ്വാതന്ത്ര്യം ഇതല്ലല്ലോ എന്നോർത്ത് അവർ വല്ലാതെ സങ്കടപ്പെട്ടു. ആ സങ്കടം തീർക്കാൻ അവർ തങ്ങളുടെ പഴയ വിപ്ലവഗാനമായ ബീസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ഒന്നിച്ചു പാടാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് സ്ക്വീലർ വന്ന് ആ പാട്ട് ഔദ്യോഗികമായി നിരോധിച്ചതായി പ്രഖ്യാപിച്ചു. വിപ്ലവം അവസാനിച്ചുവെന്നും ഇനി ആ പാട്ടിന്റെ ആവശ്യമില്ലെന്നുമായിരുന്നു അവന്റെ ന്യായം. അതോടെ ആ പാവമൃഗങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന അവസാനത്തെ പ്രതീക്ഷയുടെ തിരുനാളം കൂടിയാണ് അവിടെ അണഞ്ഞുപോയത്. ഇതൊക്കെ കഴിഞ്ഞ് നെപ്പോളിയൻ മറ്റു മൃഗങ്ങളിൽ നിന്നും പൂർണ്ണമായും അകന്നുമാറി. പിന്നെ അവനൊരു ദൈവത്തെപ്പോലെയാണ് ഫാർമിൽ ജീവിച്ചതെന്ന് വേണം പറയാൻ. കോഴികൾ കൂടുതൽ മുട്ടയിട്ടാലും കുടിക്കുന്ന വെള്ളത്തിന് നല്ല രുചി തോന്നിയാലും അതെല്ലാം നെപ്പോളിയന്റെ കഴിവുകൊണ്ടാണെന്ന് മൃഗങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി. നെപ്പോളിയൻ അവിടെ വലിയ സുഖസൗകര്യങ്ങളിൽ ജീവിച്ചപ്പോൾ നമ്മുടെ ബോക്സറിനെ പോലെയുള്ള പാവം സാധാരണ മൃഗങ്ങൾ പട്ടിണി കിടന്നും കഠിനമായി അധ്വാനിച്ചും തങ്ങളുടെ ജീവിതം തള്ളി നീക്കി. മനുഷ്യരുമായി ഒരിക്കലും കച്ചവടം ചെയ്യില്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞ നെപ്പോളിയൻ ഒടുവിൽ ഫ്രെഡറിക് എന്നു പേരുള്ള ഒരു മനുഷ്യന് ഫാർമിലെ തടികൾ വിൽക്കാൻ തീരുമാനിച്ചു. താൻ വളരെ ബുദ്ധിമാനാണെന്നും പണമായി മാത്രമേ കച്ചവടം നടത്തൂ എന്നും നെപ്പോളിയൻ വലിയ അഹങ്കാരം കാണിച്ചു. എന്നാൽ ഫ്രെഡറിക് നൽകിയ ആ നോട്ടുകൾ മുഴുവൻ വ്യാജമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നെപ്പോളിയൻ ശരിക്കും അപമാനിതനായി. സ്വന്തം ഫാർമിന്റെയും അവിടുത്തെ മൃഗങ്ങളുടെയും സുരക്ഷയെപ്പോലും അപകടത്തിലാക്കുന്നതായിരുന്നു അവന്റെ ഈയൊരു അത്യാഗ്രഹം. ഈ തട്ടിപ്പ് നടത്തിയതിനു പുറമെ ഫ്രെഡറിക്കും സംഘവും തോക്കുകളുമായി ആനിമൽ ഫാം ആക്രമിക്കാൻ നേരിട്ടെത്തി. മനുഷ്യരുടെ വെടിയൊച്ച കേട്ടപ്പോൾ തന്നെ മൃഗങ്ങൾ ഭയന്നോടി. തങ്ങൾ 2 വർഷത്തോളം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് നിർമ്മിച്ച ആ വലിയ കാറ്റാടി യന്ത്രം മനുഷ്യർ ഡൈനമൈറ്റ് വെച്ച് തകർക്കുന്നത് അവർക്ക് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു. അത് മൃഗങ്ങളുടെ ആത്മവിശ്വാസത്തെ അപ്പാടെ തകർത്ത് കളഞ്ഞ വളരെ വേദനിപ്പിക്കുന്നൊരു സംഭവമായിരുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഈയൊരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം. എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ അവർ പൊരുതിയത്, ആ ലക്ഷ്യങ്ങളെല്ലാം ഇവിടെ അട്ടിമറിക്കപ്പെട്ടു. അടിസ്ഥാന നിയമങ്ങൾ വരെ ഭരണാധികാരികൾ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെഴുതി. അധികാരം എന്നൊന്ന് കയ്യിൽ കിട്ടുമ്പോൾ സത്യം എങ്ങനെ വളച്ചൊടിക്കപ്പെടുന്നു എന്നും മൃഗങ്ങൾ തുടങ്ങിയ അതേ അവസ്ഥയിൽ തന്നെ ഒടുവിൽ എങ്ങനെ തിരിച്ചെത്തിയെന്നും ഈ സംഭവങ്ങൾ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. ഈ ചിന്തകൾ നിങ്ങൾക്കിതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ തീർച്ചയായും ഒരു പ്രേരണയാകട്ടെ എന്ന് കരുതുന്നു. നന്ദി. കൂടെ നിന്നതിന്. വരും ദിവസങ്ങളിൽ പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.